ഒരാള് ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ ആ ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിനെ ഇസ്ലാം ഒന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവന്റെ സുഹൃത്ത് അവന്റെ കൂടെ നടന്നു. എന്നിട്ട് അവനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ആശയക്കുഴപ്പത്തിലാക്കി. അപ്പൊ ഈ ഇസ്ലാമിലേക്ക് വന്ന സുഹൃത്ത് അവരോട് പറഞ്ഞു, എനിക്കിതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല, നമുക്ക് ആരെങ്കിലും ഒരു വിവരമുള്ള ഒരാളോട് ഇതിനെപ്പറ്റി ചോദിക്കാം. അങ്ങനെ അവർ ഞങ്ങളുടെ അറബി കോളേജിൽ കയറി വന്നു രണ്ടുപേരും. അപ്പൊ ഇയാളത്തെ ഒരു കടലാസിൽ ഇങ്ങനെ കുറെ വിശുദ്ധ ഖുർആൻ വിമർശനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടാണ് അയാൾ ആ കടലാസിട്ട് വന്നു. അപ്പോ ആ കടലാസിട്ട് വന്ന അയാളുടെ ഒരു ആർജവത്വം നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് എഴുന്നേൽക്കണം. കുറച്ച് സമയം കൊണ്ട് നമുക്ക് നിർത്താം. ആൾക്കാർ ഇങ്ങനെ എഴുന്നേൽക്കും തിരിച്ചുവരും ചെയ്യുമ്പോൾ സദസ്സിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഒരു അനിവാര്യമാണ് നിങ്ങൾ നീച്ചു പോയിക്കോളി, അല്ലെങ്കിൽ നീക്കാൻ. അപ്പോ ഇയാൾ ഈ ഒരു കടലാസ് എഴുതി കൊണ്ടുവന്നു. അപ്പൊ അയാൾക്ക് ആരോടാണോ അയാൾ സംസാരിക്കുന്നത് അയാൾ ഒരു സംവാദം നടത്തി തോൽപ്പിക്കാനുള്ള ഒരു വീറോട് കൂടെയാണ് അയാൾ വന്നത്. അപ്പൊ അവസാനം എന്റെ അടുത്താണ് എത്തിയത്. അപ്പൊ ഞാൻ ഈ കടലാസ് വാങ്ങി നോക്കുമ്പോൾ ഇതിലിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിലെ ബഹുഭാര്യത്യം, അനന്തരാവകാശ നിയമങ്ങൾ, അതേപോലെ തന്നെ വ്യഭിചാരി എറിഞ്ഞുകൊല്ല, കുറേ കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ പേരക്കുട്ടിയുടെ സ്വത്തവകാശം, ഇങ്ങനെ ധാരാളക്കണക്കിന് വിഷയങ്ങൾ അയാൾ എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അയാൾ ഭയങ്കര ഒരു ഇമോഷണൽ ആക്കണം, വാദിച്ച് ജയിച്ചിട്ട് ഈ ഇസ്ലാമിലേക്ക് വന്ന ആളെ തിരിച്ചു കൊണ്ടുപോകലാണ് അയാളുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ അയാളോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ ചോദിച്ചു, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ ഖുർആനിലുള്ള പൊട്ടത്തരങ്ങളാണ്. അയാൾ അതാ പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഖുർആൻ ദൈവത്തിന്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കണില്ല. എന്നാൽ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇത് ദൈവവചനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് വെറുതെ വിശ്വസിക്കില്ല. 1400 വർഷങ്ങളായി ഇതിലെ മുഴുവൻ നിയമങ്ങളും മനുഷ്യൻ ജീവിതത്തിൽ പകർത്തി പാലിച്ചു വന്നതാണ്. എത്രയോ ഇസങ്ങളും മതങ്ങളും നിയമങ്ങളും കാലഹരണപ്പെട്ടു പോയപ്പോൾ എല്ലാ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാം പാലിച്ചിട്ട് ഒരു പ്രശ്നവും ഒരു വൈരുദ്ധ്യവും ഇല്ലാതെ ജനങ്ങൾ പ്രയോഗവൽക്കരിച്ച നിയമമാണ്. ഈ 1400 കൊല്ലങ്ങളെ പിന്നിടാൻ ഈ അറിവിന് സാധിക്കണമെങ്കിൽ അത് ദൈവികമായ അറിവാകും. മാത്രമല്ല, ഇതിലൊരു വചനത്തിന് തത്തുല്യമായ ഒരു വചനം ലോകത്തെ അറബി ഭാഷയിൽ അഗ്രഗണ്യന്മാർ ജീവിച്ചിട്ടും ഒരു വാചകം ഇതുവരെ ആരും കൊടുത്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇത് സത്യമാണെന്ന്, ഇത് ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതാണോ അല്ലേ എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എഴുതി കൊടുത്ത കാര്യമുണ്ട്, ഇത് മുഴുവൻ ഖുർആനിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ശരി. ഉണ്ടെങ്കിൽ അതാണ് ശരി. ഞങ്ങൾക്ക് ഈ സംവാദത്തിന്റെ വാദപ്രതിന് ഒരാവശ്യമില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരി തീരുമാനിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ ശരി പറയുന്നവൻ ആരാണ്? സൃഷ്ടിച്ച പടച്ചോൻ. അവനേക്കാളും ശരി പറയുന്നവൻ ആരില്ല. അവനെ തിരുത്താൻ മാത്രം അറിവുള്ളവരും ലോകത്തില്ല. അവനാണ് ഏറ്റവും വലിയ ശരി. അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല. അത് നിങ്ങളെ മുന്നിൽ സമർത്ഥിക്കേണ്ട ഒരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മുടെ കുട്ടികൾ പറയോ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു ആയത്ത് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുക. ബേസിക് അടിസ്ഥാനപരമായ ഒരു വിവരവും ആളുകൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ എന്തിനാണ് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞു? ഈ സഹോദരനെ വിളിച്ചു, അവർക്ക് 5 മക്കളുണ്ട്. മനസ്സിലായി? ഭർത്താവ് ഇപ്പോൾ നിസ്കാരം നിർത്തി. എന്റെ പടച്ചോൻ എവിടെ? എന്തിനാ നിസ്കരിക്കണം? എന്ത് ഖുർആനാണ്? ധാര എഴുതിണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ ഓരോ വട്ടം ചോദിക്കും. അവസാന സ്ത്രീക്ക് തികഞ്ഞ കാഫിർ എന്ന് 100% ഞാനൊരു കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു. അയാൾ ഉപയോഗിച്ച വാക്കുകൾ ഞാൻ മുർത്തദായിരിക്കും എന്നാണ്. അപ്പൊ എനിക്ക് അയാളെ കൂടെ ജീവിക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, 10-25 കൊല്ലം നിസ്കാരം ജുമയൊക്കെ നിർവഹിച്ച ആൾ എന്തൊക്കെ നിർത്തിപ്പോയി. അതാണ് വിശ്വാസം. അത് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഒരാൾ മുഅ്മിനാകൂ. കുറെ കേട്ടു, അവിടെ കുറെ കേട്ട് മനസ്സിലാക്കി ഇതൊക്കെ കുറച്ചൊക്കെ ശരിയാവുമെന്ന് വിശ്വസിച്ചാൽ ഇതൊന്നും തോരകാലം പോകില്ല. ഇനി ഒരു യുക്തിവാദിനി നിരീശ്വരവാദിനും നിങ്ങൾ കാണണം. മരിക്കാൻ സമയത്ത് ഒരു നല്ല പരീക്ഷണം വന്നാൽ മതി, ഒരു സഹിക്കാനാകാത്ത വേദന വന്നാൽ മതി. ഒരാൾ ദൈവനിഷേധിയാകാൻ അത് മതി. അള്ളാഹിനെ കുറിച്ച് ചീത്ത വിചാരം. നല്ല ഉറച്ച വിശ്വാസിക്ക് മാത്രമേ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴും മുഅ്മിനായി മുന്നോട്ട് പോകാൻ പറ്റൂ. യഖീൻ വേണം, ഉറപ്പ് വേണം, ഇൽമു വേണം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവ് വേണം.